ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങളെക്കുറിച്ച് തീവ്രമായി ശ്രദ്ധിക്കാൻ കഴിയും? 5 6 കാര്യങ്ങൾ മാത്രം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് 50 60 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ കണക്ക് ഒരിക്കലും ശരിയാകില്ല. മാർക്ക് മാൻസന്റെ ഈ പുസ്തകം പറയുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ശ്രദ്ധിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് എന്നാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കുന്നത് ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. ശ്രദ്ധ ഒരു പരിമിത വിഭവമാണ്. അത് പാഴാക്കുന്നത് ജീവിതം പാഴാക്കുന്നതിന് തുല്യമാണ്. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തണം. ഈ തിരഞ്ഞെടുപ്പാണ് ജീവിതത്തിന്റെ സൂക്ഷ്മമായ കല. നിരന്തരമായ പോസിറ്റീവ് ചിന്ത ഒരു വിഷമാണ്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്ന ആധുനിക സംസ്കാരം നിഷേധാത്മക വികാരങ്ങളെ അടിച്ചമർത്താൻ പഠിപ്പിക്കുന്നു. എന്നാൽ നിഷേധാത്മക വികാരങ്ങൾ ജീവിതത്തിന്റെ അടിസ്ഥാന ഭാഗമാണ്. അവ ഒരു ഫീഡ്ബാക്ക് സംവിധാനമാണ്. വേദന നമ്മളോട് എന്തോ ശരിയല്ലെന്ന് പറയുന്നു. അതിനെ അവഗണിക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കും. പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, അവ മാറി മാറി വരുന്നു. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, മറിച്ച് നല്ല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഒരു ജിമ്മിൽ പോകുന്ന വ്യക്തിയുടെ പ്രശ്നം ശാരീരിക അധ്വാനമാണ്. ജിമ്മിൽ പോകാത്ത വ്യക്തിയുടെ പ്രശ്നം മോശം ആരോഗ്യമാണ്. 2 പ്രശ്നങ്ങളിൽ ഏതാണ് നല്ലത്? നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ജീവിത നിലവാരം നിർണ്ണയിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമെന്നത് ഒരു മിഥ്യയാണ്. യഥാർത്ഥ ലക്ഷ്യം നല്ല പ്രശ്നങ്ങളുള്ള ഒരു ജീവിതം സൃഷ്ടിക്കുക എന്നതാണ്. നിങ്ങൾ അസാധാരണനല്ല. ഇത് കേൾക്കാൻ പരുഷമായി തോന്നുമെങ്കിലും ഇതാണ് സത്യം. മിക്ക ആളുകളും മധ്യമ നിലവാരത്തിലുള്ളവരാണ്. മിക്ക പ്രവൃത്തികളും മധ്യമമാണ്. ഈ സത്യം അംഗീകരിക്കുന്നത് ഒരു വലിയ ഭാരം ഇറക്കിവെക്കുന്നതുപോലെയാണ്. നിങ്ങൾ എല്ലായിടത്തും മികവ് പുലർത്തണമെന്നില്ല. ഓരോ മേഖലയിലും ഒന്നാമനാകണമെന്നില്ല. ഈ അംഗീകാരം നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 1 2 കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. ബാക്കിയുള്ളവയിൽ മധ്യമനായിരിക്കുന്നതിൽ കുഴപ്പമില്ല. ഈ തിരിച്ചറിവാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എല്ലാവരാലും അംഗീകരിക്കപ്പെടണം എന്ന ആഗ്രഹം ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നു. ഉത്തരവാദിത്തം എന്നത് കുറ്റബോധമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദിയല്ലായിരിക്കാം. എന്നാൽ അവയോടുള്ള നിങ്ങളുടെ പ്രതികരണത്തിന് നിങ്ങൾ പൂർണ്ണമായും ഉത്തരവാദിയാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് താൽക്കാലിക ആശ്വാസം നൽകും. പക്ഷേ അത് നിങ്ങളെ ഇരയുടെ മാനസികാവസ്ഥയിൽ തളച്ചിടും. ഇരയുടെ മാനസികാവസ്ഥയിൽ നിങ്ങൾ ശക്തിയില്ലാത്തവനാണ്. മാറ്റത്തിനുള്ള എല്ലാ കഴിവും നിഷേധിക്കപ്പെടുന്നു. എന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ശക്തി തിരിച്ചുപിടിക്കുന്നു. തെറ്റായ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശക്തി, മോശം ജോലി ഉപേക്ഷിക്കാനുള്ള ശക്തി, പുതിയ കഴിവുകൾ പഠിക്കാനുള്ള ശക്തി. ഉത്തരവാദിത്തം ഭാരമല്ല, അതാണ് നിങ്ങളുടെ ചിറകുകൾ. മൂല്യങ്ങൾ എന്നത് നിങ്ങൾ എന്താണ് പ്രധാനപ്പെട്ടതായി കരുതുന്നത് എന്നതിന്റെ അളവുകോലാണ്. എന്നാൽ എല്ലാ മൂല്യങ്ങളും ഒരുപോലെയല്ല. നല്ല മൂല്യങ്ങൾ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതും സൃഷ്ടിപരവും നിയന്ത്രിക്കാവുന്നതുമാണ്. മോശം മൂല്യങ്ങൾ വികാരാധീനമായതും വിനാശകരവും നിയന്ത്രിക്കാനാവാത്തതുമാണ്. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്നത് ഒരു മോശം മൂല്യമാണ്. കാരണം അത് നിങ്ങളുടെ നിയന്ത്രണത്തിനു പുറത്താണ്. ഞാൻ സത്യസന്ധനായിരിക്കണം എന്നത് നല്ല മൂല്യമാണ്. കാരണം അത് പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങളുടെ മൂല്യങ്ങൾ പരിശോധിക്കുക. അവ എവിടെ നിന്നാണ് വന്നത്? നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ, സംസ്കാരത്തിൽ നിന്നോ, മാധ്യമങ്ങളിൽ നിന്നോ? അവ നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ? ചോദ്യം ചെയ്യപ്പെടാത്ത മൂല്യങ്ങൾ അടിമത്തത്തിലേക്ക് നയിക്കുന്നു. സ്വയം നിർവചിച്ച മൂല്യങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്കും. തിരഞ്ഞെടുപ്പിന്റെ വിരോധാഭാസം ആധുനിക മനുഷ്യന്റെ ഒരു വലിയ പ്രശ്നമാണ്. വളരെയധികം ഓപ്ഷനുകളുള്ളത് നമ്മളെ തളർത്തുന്നു. ഏത് കരിയർ തിരഞ്ഞെടുക്കണം, ഏത് പങ്കാളിയെ തിരഞ്ഞെടുക്കണം, ഏത് നഗരത്തിൽ താമസിക്കണം? ഈ അനന്തമായ സാധ്യതകൾ നമ്മളിൽ ഉത്കണ്ഠ സൃഷ്ടിക്കുന്നു. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടോ എന്ന ചിന്ത നമ്മളെ അലട്ടുന്നു. ഈ ഉത്കണ്ഠയിൽ നിന്ന് മോചനം നേടാൻ പ്രതിബദ്ധത ആവശ്യമാണ്. ഒരു കാര്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റു ഓപ്ഷനുകളെക്കുറിച്ചുള്ള ചിന്ത ഉപേക്ഷിക്കുക. ഈ പ്രതിബദ്ധതയാണ് ആഴവും അർത്ഥവും നൽകുന്നത്. ഉപരിപ്ലവമായ നിരവധി ബന്ധങ്ങളെക്കാൾ ആഴമുള്ള ഒരു ബന്ധമാണ് സംതൃപ്തി നൽകുന്നത്. ഉപരിപ്ലവമായ നിരവധി താൽപ്പര്യങ്ങളെക്കാൾ ആഴമുള്ള ഒരു വൈദഗ്ധ്യമാണ് മൂല്യം സൃഷ്ടിക്കുന്നത്. നിരസിക്കപ്പെടലിനെ എങ്ങനെ നേരിടാം? നിരസിക്കപ്പെടൽ വേദനാജനകമാണ്. കാരണം അത് നമ്മുടെ സാമൂഹിക ബന്ധത്തിന്റെ ആവശ്യകതയെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ നിരസിക്കപ്പെടൽ ഒഴിവാക്കാനാവാത്തതാണ്. നിങ്ങൾ എന്തെങ്കിലും പ്രാധാന്യമുള്ളത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ നിരസിക്കപ്പെടും. ഈ സത്യം സ്വീകരിക്കുക. നിരസിക്കപ്പെടലിനെ ഒരു ഫിൽട്ടറായി കാണുക. അത് നിങ്ങളുടെ യഥാർത്ഥ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ആളുകളെയും അവസരങ്ങളെയും അകറ്റുന്നു. നിരസിക്കപ്പെടുമ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ ശരിയായ കാര്യത്തിനാണോ ശ്രമിച്ചത്? എന്റെ മൂല്യങ്ങൾ ശരിയായിരുന്നോ? ഉത്തരം അതെ എന്നാണെങ്കിൽ നിരസിക്കപ്പെടൽ ഒരു ബഹുമതിയാണ്. കാരണം അതിനർത്ഥം നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി നിലകൊണ്ടു എന്നാണ്. മരണം ജീവിതത്തിന് അർത്ഥം നൽകുന്നു. മരണമില്ലായിരുന്നുവെങ്കിൽ ഒന്നിനും അടിയന്തരതയുണ്ടാകുമായിരുന്നില്ല. ഒരു പ്രവൃത്തിക്കും മൂല്യമുണ്ടാകുമായിരുന്നില്ല. മരണത്തെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ മൂല്യങ്ങളെ വ്യക്തമാക്കുന്നു. നിങ്ങൾ ഇന്ന് മരിക്കുമെന്നറിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യുക? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ യഥാർത്ഥ മുൻഗണനകൾ.
മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് രോഗാതുരതയല്ല, മറിച്ച് ജീവിതത്തെ പൂർണ്ണമായി ജീവിക്കാനുള്ള ഏക മാർഗമാണ്. നിങ്ങളുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് ഭയാനകമാണ്, പക്ഷേ അത് നിങ്ങളെ ഉണർത്തുന്നു. നിസ്സാര കാര്യങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം അവശേഷിക്കുന്നു. ബന്ധങ്ങളിൽ ആരോഗ്യകരമായ അതിർവരമ്പുകൾ നിർണായകമാണ്. വേണ്ട എന്ന് പറയാനുള്ള കഴിവില്ലായ്മ നീരസത്തിലേക്കും പൊള്ളലിലേക്കും നയിക്കുന്നു. ഒരു ബന്ധത്തിൽ 2 പങ്കാളികളും അവരുടെ വ്യക്തിത്വം നിലനിർത്തണം. ഒരാൾ മറ്റൊരാളുടെ ആവശ്യങ്ങൾക്കായി സ്വയം ത്യജിക്കുന്നത് ആരോഗ്യകരമല്ല. അതൊരു കോഡിപെൻഡന്റ് ബന്ധം സൃഷ്ടിക്കുന്നു. ആരോഗ്യകരമായ ബന്ധങ്ങളിൽ പങ്കാളികൾ പരസ്പരം വളർച്ചയെ പിന്തുണയ്ക്കുന്നു, പക്ഷേ ആ വളർച്ചയുടെ ഉത്തരവാദിത്തം ഓരോരുത്തരും സ്വയം ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ പങ്കാളിയെ മാറ്റാൻ ശ്രമിക്കുന്നത് ഉപേക്ഷിക്കുക. പകരം നിങ്ങളുടെ സ്വന്തം മാനദണ്ഡങ്ങൾ ഉയർത്തുക. നിങ്ങൾ എന്താണ് സഹിക്കുക, എന്താണ് സഹിക്കാതിരിക്കുക എന്ന് വ്യക്തമായി നിർവചിക്കുക. ഈ അതിർവരമ്പുകൾ ആശയവിനിമയം നടത്തുക. അവ ലംഘിക്കപ്പെടുമ്പോൾ അനന്തരഫലങ്ങൾ നടപ്പിലാക്കുക. പരാജയം എന്നത് മുന്നോട്ടുള്ള വഴിയാണ്. നമ്മുടെ സംസ്കാരം പരാജയത്തെ ഒരു ദുരന്തമായി ചിത്രീകരിക്കുന്നു. എന്നാൽ ഏതൊരു പുതിയ കഴിവ് പഠിക്കുന്നതും പരാജയങ്ങളുടെ ഒരു ശ്രേണിയിലൂടെയാണ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് വീണുകൊണ്ടാണ്. ഒരു ശാസ്ത്രജ്ഞൻ കണ്ടെത്തലുകൾ നടത്തുന്നത് പരാജയപ്പെട്ട പരീക്ഷണങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പഠനവും വളർച്ചയും ഒഴിവാക്കുകയാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ സുരക്ഷിതമായി കഴിയുന്നത് ജീവിതമല്ല, അത് നിശ്ചലതയാണ്. പരാജയത്തെ ആലിംഗനം ചെയ്യുക. അതിനെ നിങ്ങളുടെ അധ്യാപകനാക്കുക. ഓരോ പരാജയവും ഒരു ചോദ്യം ചോദിക്കുന്നു. നിനക്കിത് ശരിക്കും വേണോ? ആ ചോദ്യത്തിന് അതെ എന്നുത്തരം നൽകുന്നത് നിങ്ങളുടെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ, ജീവിതത്തിന്റെ സൂക്ഷ്മമായ കല എന്നത് നിങ്ങളുടെ പരിമിതികൾ അംഗീകരിക്കുന്നതിലാണ്. നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയില്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയില്ല. ഈ പരിമിതികൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നു. കാരണം നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് തെരഞ്ഞെടുക്കാൻ കഴിയും. ആ തെരഞ്ഞെടുപ്പാണ് ജീവിതത്തിന്റെ സത്ത. നിങ്ങളുടെ ഊർജ്ജം എവിടെ കേന്ദ്രീകരിക്കണമെന്ന് തീരുമാനിക്കുക. നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണെന്ന് നിർവചിക്കുക. നിങ്ങളുടെ പരിമിതികൾ സ്വീകരിക്കുക. നിങ്ങളുടെ മരണത്തെ നേരിടുക. എന്നിട്ട് ഈ അറിവോടെ ഓരോ ദിവസവും അർത്ഥപൂർണമായ ഒരു ജീവിതം ജീവിക്കുക. ഇതല്ലാതെ മറ്റൊന്നുമല്ല യഥാർത്ഥ വിജയം.